ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിഫ്റ്റി എങ്ങനെയാണെന്ന്, നിഫ്റ്റി അതുപോലെ ബാങ്ക് നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. ഇത് നിഫ്റ്റി ഇന്ന് സ്മോൾ റിക്കവറി ആണ്. ഇന്നലെ 10% താഴെ ഇറങ്ങിയ സ്റ്റോക്കിലൊക്കെ ഇന്ന് 15% ഒക്കെ മുകളിൽ പോയിട്ടുണ്ട്. അത്ര നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കം സ്റ്റോക്കുകൾ മാത്രമാണ് താഴേക്ക് പോയത്. ബാക്കി മിക്ക സ്റ്റോക്കിലും നല്ല ഒരു തിരിച്ചു വരവ് ഉണ്ടായിരുന്നു. അതിൽ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 150 പോയിന്റ്സ് പോസിറ്റീവായിട്ടുണ്ട്. സോ തുടർന്ന് കയറുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നാളത്തെ മാർക്കറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. 22,280 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ അപ് ട്രെൻഡ് വരാം, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ പോകാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് സൈഡ് വേസിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ ഒരു അൺസർട്ടണിറ്റി ആണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ. ഫിൻ നിഫ്റ്റിയും നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് അദാനി എൻ്റർപ്രൈസസ് ആണ്. ആൻഡ് ബിഗ്ഗസ്റ്റ് ലൂസർ ആക്സിസ് ബാങ്ക്. ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി മിഡ് ക്യാപ് 100, വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് നിഫ്റ്റി ബാങ്ക്. ബട്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കുറച്ച് ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സെബിയുടെ ആ ഒരു അനൗൺസ്മെൻറ്റ് വന്നതുകൊണ്ട്, വാർണിംഗ് ഇത് തന്നതുകൊണ്ട് നമ്മൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇപ്പോൾ അവോയ്ഡ് ചെയ്യുക. മാർക്കറ്റ് ഒന്ന് ബെറ്റർ ആയതിനു ശേഷം നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഏതൊക്കെ സ്റ്റോക്കിലാണ് ടോപ്പ് ഗെയിനേഴ്സ് ആയെന്ന് നോക്കാം. അതിൽ ITA എടുത്ത് പറയേണ്ട ഒരു സ്റ്റോക്കാണ്. ഇന്നതാ 18.31% കയറിയിട്ടുണ്ട്. അതുപോലെ SJVN ഒക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം 10,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ 2,000 പ്രോഫിറ്റ് കിട്ടിയേനെ. ഓക്കെ, 20% ആണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. FACT അതുപോലെ FACT നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ NCC ലിമിറ്റഡ് 13.66, പിന്നെ IRFC. റെയിൽവേ സ്റ്റോക്കുകൾ വീണ്ടും മുകളിൽ കയറി തുടങ്ങി, ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ആയതുകൊണ്ട്. ദെൻ ഇർക്കോൺ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 12.58%. സെൻട്രൽ ബാങ്ക്, ദെൻ യെസ് ബാങ്ക്, ഹഡ്കോ. ഓക്കെ, 9.99%. അദാനി എൻ്റർപ്രൈസസ് കയറിയിട്ടുണ്ട്. ദെൻ സോളാർ ഇൻഡസ്ട്രീസ്. ഓക്കെ, ദെൻ രതൻ ഇന്ത്യ, രതൻ ഇന്ത്യ എൻ്റർപ്രൈസസ്, അതുപോലെ ഹെമിസ്ഫിയർ പ്രോപ്പ്. അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ, ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസ് 10.30, ഇത്രയും സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. ടോപ്പ് ലൂസറിൽ മെയിനായിട്ട് പറയേണ്ട സ്റ്റോക്ക് ടാറ്റ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം അത്രയും കയറിയത് കൊണ്ട് തീർച്ചയായിട്ടും താഴേക്ക് പോകേണ്ടത് തന്നെ. സോ ടാറ്റ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ലീഡിങ് ആയിട്ട് വരുന്നത്, അത്രയും താഴേക്ക് പോയത്. പിന്നെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്. ബാക്കിയുള്ള സ്റ്റോക്കിലൊക്കെ 3-2% മാത്രമാണ് താഴേക്ക് പോയത്. IAFL. ഓക്കെ, പിന്നെ അതുപോലെ ആസ്ട്രാസെൻക ഒക്കെ 3% താഴേക്ക് പോയുള്ളൂ. അതുപോലെ RBL ബാങ്ക്. ഓക്കെ, അതൊക്കെ 3-2%. വലിയൊരു ഡൗൺ അല്ല, സ്റ്റിൽ ടാറ്റ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതലായിട്ട് പോയത്. അപ്പോൾ ഇനി ഏതൊക്കെ സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് തരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. അപ്പോൾ ഈ വീഡിയോയിൽ തരുന്നതെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ സ്റ്റോക്കിലെല്ലാം തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ് മാറുന്നത്. മാർക്കറ്റ് നല്ല പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നല്ല കയറാൻ സാധ്യതയുണ്ട്. ബട്ട് എങ്ങനെയായാലും മാർക്കറ്റ് എങ്ങനെ പോയാലും നമ്മൾ ആ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ ശ്രദ്ധിക്കണം. ബ്രേക്ക്ഔട്ട് ചെയ്ത് ക്ലോസ് ആയതിനു ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേവ് ആയിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഇതിപ്പോൾ IRFC ആണ് എടുത്തിരിക്കുന്ന സ്റ്റോക്ക്. IRFC ഇന്ന് 12.88% ആയിട്ടുണ്ട്. അപ്പോൾ IRFC 142.5 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ല ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 142 ലെവൽ മുകളിൽ പോവുകയാണെങ്കിൽ
നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ സാധ്യതയാണ്. 142.5. ഓക്കെ, ആ ഒരു ലെവൽ നോക്കി വയ്ക്കുക. അതുപോലെ യെസ് ബാങ്ക് റിവേഴ്സൽ സ്റ്റോക്കാണ്. അതുപോലെ ബുള്ളിഷ് എൻകപ്പിംഗ് ആണ്. 35 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 35 ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ 48% ആണ് കിട്ടുന്നത്. ഓക്കെ, യെസ് ബാങ്ക്. ദെൻ ഹിൻകോപ്പർ, അതും ഒരു റിവേഴ്സൽ സ്റ്റോക്ക് തന്നെയാണ്. 263 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 265 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്കൗട്ടിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ RVNL, മിക്ക റെയിൽവേ സ്റ്റോക്ക് നിങ്ങൾ നോക്കിയാൽ ഏകദേശം ഒരേപോലത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടാണ്. RVNL ഇതുപോലെ 248 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്കൗട്ടിന് സാധ്യതയുണ്ട്. അതുപോലെ കുറേ ദിവസത്തിന് മുന്നേ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്. ഓക്കെ, ആ ടെമ്പിളുടെ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ്. സോ അയോധ്യ ടെമ്പിൾ 45.5 ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 47 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 47.5 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബ്രേക്കൗട്ട് സാധ്യതയുണ്ട്. നല്ല റിട്ടേൺസ് കിട്ടും. ദെൻ ഏഞ്ചൽ വണ്ണും അതുപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൽ നിൽക്കുകയാണ്. 2650, 2700 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. രാവിലെ ഒന്നും ട്രേഡ് ചെയ്യരുത്. രാവിലെ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. അതുപോലെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, അതുപോലെ ടിപ്സുകൾ, ഇൻട്രാഡേ ഡെലിവറിയുടെ ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടുള്ള ടിപ്സ് ആണ്. അപ്പോൾ അത് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് ആ ഒരു ഫ്രീ ടിപ്സ് മിസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചുള്ള വീഡിയോസ്, പിന്നെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റോക്കിന് അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആയിട്ട് വരുന്ന കമൻറ്റ്സ് ഏതൊക്കെയാണ്, ഏത് സ്റ്റോക്കിനെ കുറിച്ചാണ്, ആ ഒരു സ്റ്റോക്കിനെ ബേസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.